അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ അരിസ്റ്റ് മറ്റൊരു നാട്ടിൽ പോയി. പിന്നെ അമ്മീൻ്റെ ചോദിച്ചിട്ട് അപ്പോൾ അവിടെയാണ് ഞാനെന്താ വെച്ചാൽ ബാംഗ്ലൂർ ഫുള്ള് പാര കറങ്ങാനുള്ള പരിപാടിയാണ്. അമ്മീന് ഇച്ചിരി വണ്ടി തന്നിട്ടുണ്ട്, ജൂബിലി സ്കൂട്ടി തന്നിട്ടുണ്ട്. പ്ലാനും കാര്യങ്ങളൊന്നുമില്ല, അവിടെ പോകണോ എന്തെന്നൊന്നും. എവിടെ തോന്നുന്നു അവിടെ പോവുക, ഇഷ്ടപ്പെട്ട റോഡിൽ പോവുക, കറങ്ങാൻ തിരിച്ചാൽ പോലെ വൈകുന്നേരം വരെ തന്നെ പരിപാടി. നമ്മളെ യാത്ര തുടങ്ങിയതാണ്. ഇങ്ങനെ പോയി എന്നിട്ടാന്നൊന്നുമില്ല, ഇങ്ങനെ അതിൻ്റെ ഏരിയകൾ ഇങ്ങനെ കവർ ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ട് പോവാം. ഫ്ലൈറ്റ് പോയപ്പോൾ Continue on JC Road for 800 meters. ഇവിടെ ടൗണിലൊന്നും ഒരു രക്ഷയില്ല, ഫുള്ള് ബ്ലോക്കാണ്. ഫുൾ ബ്ലോക്ക്. 1 കിലോമീറ്റർ പോകണമെങ്കിൽ അരമണിക്കൂറിൻ്റെ മുകളിൽ സമയം. ഞാൻ ഏകദേശം ഒരു 5 കിലോമീറ്റർ ഓടിയപ്പോഴത്തേനും 1 മണിക്കൂറിൻ്റെ മുകളിൽ ടൈം എടുത്തു. അത്രയും സിഗ്നലും ബ്ലോക്കും കാര്യങ്ങളും പക്ക ബ്ലോക്കാണ്, ഫുൾ ബ്ലോക്ക്. 5 കിലോമീറ്റർ ഓടിയപ്പോൾ തന്നെ ചടച്ചു. നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ 50, 60, 70 കിലോമീറ്റർ ഓടിയാലും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവിടെ 5 കിലോമീറ്റർ ഓടിയപ്പോൾ തന്നെ നമുക്കൊരു നാട്ടിലൊരു 70 കിലോമീറ്റർ ഓടണം പോലെ. ഞാൻ ഏതായാലും ഒരു 5-6 കിലോമീറ്ററൊക്കെ ഏകദേശം വൺ സൈഡ് ഓടിയതുള്ളൂ. അത് കാരണം നല്ല ബ്ലോക്കാണ്. പിന്നെ തിരിച്ച് അമ്മീൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോയി. വന്ന പാർലമെന്റിന് മുന്നിലൂടെ ഇങ്ങനെ പോയി അറിയാതെ എത്തിപ്പെട്ടത് പോലെ പാർലമെന്റിൻ്റെ അടുത്ത് നമ്മൾ പോകാണ്ട് ഇപ്പോൾ വീണ്ടും പാർലമെന്റിൻ്റെ അടുത്ത് കറങ്ങി അടുത്ത് നെക്സ്റ്റ് പോകണം. അപ്പം നമ്മളിവിടെ ഹോഴ്സ് റൈഡ് ഉണ്ട്, ബാംഗ്ലൂർ ഹോഴ്സ് റൈഡ്. അപ്പോൾ അവിടെ വന്നു നോക്കിയാണ്. ഇവിടെ വന്നിട്ട് ഇവിടെ കയറാനൊന്നും പെർമിഷനില്ല. ഇങ്ങനെ കുറേ ചോദിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞു. ആള് സെക്യൂരിറ്റി ഉള്ളിൽ പോയാക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു ഫ്രൂട്ട്സ് മിക്സൊക്കെ കഴിച്ചു. അപ്പോൾ നമുക്ക് റൈസ് ക്ലബ്ബിലൊന്നും കയറാൻ പറ്റില്ല. അവിടെ നാളെ 12 മണിക്ക് വരികയാണ് കഴിച്ചിട്ട് ഒരാളെ നമ്പർ അയാൾ മുഖേന കയറാമെന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഞാൻ ഇവിടെ വന്ന് ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് തിരിച്ച് അമ്മീൻ്റെ അടുത്തേക്ക് പോയി. അവിടെ നിന്ന് പിന്നെ ഫുഡ് കഴിച്ചു. ഉച്ചക്കത്തെ അമ്മീൻ്റെ അടുത്ത് ഫുഡ് കഴിച്ചു. പിന്നെ ഞങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയി. അസർസ്കാരത്തിന് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി. അവിടുന്ന് പിന്നെ തിരിച്ച് പിന്നെ ഞങ്ങൾ അവിടുന്ന് അമീൻ്റെ കട ഉണ്ടാക്കി ക്യാച്ചറിലിരിക്കുന്ന മോലാളിയാണ്ട് ഫുൾ ടൗണ് സെൻട്രൽ ടൗണിൽ തന്നെ അവിടെ കട. പാർട്ട്ണർ അവൻ്റെ വണ്ടി ചോടാൻ തന്ന വണ്ടി ഇതിലടക്കച്ചെന്ന് വണ്ടി. ഇനി ഇച്ചിരി കുറച്ച് സാധനം തന്നിരിക്കണം, ചാവി തന്നിരിക്കണം. ഞാൻ കുറച്ച് നേരം റൂമിൽ പോയി കിടക്കാം. അപ്പോൾ ഗായ്സ് ഞാൻ വന്ന് റൂമിൽ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റു.
അമീന് 7 മണിയാകുമ്പോൾ വരാൻ പറഞ്ഞ ആളെ കാണാനില്ല. ടൈം ഇപ്പോൾ 9 മണിയാകാനായി. ആളൊക്കെ ഞാൻ എണീറ്റ് ആളൊക്കെ ഒന്ന് വിളിച്ചിട്ട് സെറ്റാക്കട്ടെ. അപ്പൊ അമീനെത്തിയപ്പോ തന്നെ ഫുൾ സ്ട്രോങ് ഫുൾ പണിയിലാണ്. ആളിന്ന് ചിക്കനൊക്കെ വാങ്ങി കൊടുത്തിട്ട് നല്ലൊരു കറി ഉണ്ടായി തരാം എന്നൊക്കെ പറഞ്ഞു. അരി തീമടാല പരിപാടിയാണ്. ആള് കലൊക്കെ എടുത്ത് അരിയൊക്കെ റെഡിയാക്കി ഇവിടെ ആകെ പെരുന്നടക്കാനും ഒക്കെ വൃത്തിയാക്കി, അത്യാവശ്യം വൃത്തിയാക്കി എടുക്കും. ഞാനും കൂടിയിട്ടോ, ഓനൊറ്റക്കല്ല. അത് കഴിഞ്ഞ് ഓനിതാ തിരുമ്പാനൊക്കെ ഇട്ട് ഓൻ്റെ ഡ്രസ്സൊക്കെ തിരുമ്പാനൊക്കെ ഇട്ട് ഫുൾ സെറ്റാക്കി കൊണ്ടിരിക്കണേ. നല്ല ചിക്കൻ കറി വെച്ചാലിറങ്ങണേ. എങ്ങനെ ഉണ്ടോക്കട്ടെ. ഉള്ളിയൊക്കെ വാട്ടി സെറ്റാക്കി കൊണ്ടിരിക്കണേ. അരി തിളക്കുന്നില്ല. അരി തിളക്കണ ഉള്ളി നല്ല മുരുമുരാ വാടുന്നുണ്ട്. നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി ഒന്ന് കഴിക്കാം. നമ്മുടെ മസാല രസമായിട്ടോ. അടിപൊളി അടിപൊളി മസാല. ചോറപ്പോൾ വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഴിച്ചാൽ മതി. ചോറയില അടിപൊളി നാടൻ ചോറും ചിക്കൻ കറി ചമ്മന്തി. അപ്പോൾ ഇന്നത്തെ പരിപാടി അപ്പോൾ ഒക്കെ എല്ലാം കഴിഞ്ഞ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഉറങ്ങാൻ പോവാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്. നാളെ കാണാം. ബായ്.